ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഡ്വേർബ്സ്, അതായത് വിവിധ തരത്തിലുള്ള ക്രിയാവിശേഷണങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ക്രിയാവിശേഷണങ്ങൾ എന്ന് പറയുന്നത് ക്രിയകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. ഉദാഹരണത്തിന്, ജോൺ വേഗത്തിൽ ഓടുന്നു എന്ന് പറയുമ്പോൾ ഓടുന്നു എന്നുള്ളതാണ് ക്രിയ. എപ്രകാരമാണ് ഓടുന്നത്? വേഗത്തിൽ. അപ്പോൾ വേഗത്തിൽ എന്നുള്ളതാണ് ക്രിയാവിശേഷണം അഥവാ അഡ്വേർബ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള അഡ്വേർബ്സ് അഥവാ ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് അഡ്വേർബ്സ് ഓഫ് മാനർ, അതായത് വിധം അഥവാ രീതി എന്നിവയെ സൂചിപ്പിക്കുന്ന ക്രിയാവിശേഷണങ്ങൾ. ഫസ്റ്റ് വണ്ണ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അടുത്തത് സ്ലോലി, പതുക്കെ. ഓപ്പൺലി എന്ന് വെച്ചാൽ തുറന്ന്. അടുത്തത് ബ്രേവ്ലി, ധൈര്യപൂർവം. അടുത്തത് വെൽ, നല്ലവണ്ണം. ഇതൊക്കെ എന്താണ്? രീതികളെ സൂചിപ്പിക്കുന്ന അഡ്വർബാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? അഡ്വേർബ്സ് ഓഫ് മാനർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. മിസ്റ്റർ മേനോൻ ബിഹേവ്ഡ് ക്രൂവലി, അതായത് മിസ്റ്റർ മേനോൻ ക്രൂരമായിട്ട് പെരുമാറി. അവിടെ ക്രൂവലി എന്നുള്ളതാണ് അഡ്വർബ്. രാജൻ ഫെയിൽഡ് മിസറബിളി, രാജൻ ദയനീയമായി പരാജയപ്പെട്ടു. മിസറബിളി എന്നുള്ളതാണ് അഡ്വർബ്. ദേ ലീവ്ഡ് ഹാപ്പിലി, അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഹാപ്പിലി എന്നുള്ളതാണ് അഡ്വർബ്. അടുത്ത അഡ്വർബ് സ്ഥലം അഥവാ സ്ഥാനത്തെ കുറിക്കുന്നത്, അതായത് അഡ്വേർബ്സ് ഓഫ് പ്ലേസ്. അവിടെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹിയർ, ഇവിടെ. ദെയർ, അവിടെ. അപ്പ്, മുകളിൽ. ഡൗൺ, താഴെ. ഔട്ട്, പുറത്ത്. നിയർ ബൈ, അടുത്ത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. മേരി ഫെൽ ഡൗൺ, മേരി വീണു. അപ്പോൾ ഡൗൺ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വേർബ്. ഔട്ട്സൈഡ്, ഷീ ടുക്ക് ദ ചൈൽഡ് ഔട്ട്സൈഡ്, അവൾ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഔട്ട്സൈഡ് എന്നുള്ളതാണ് അഡ്വേർബ്. ഹിയർ കംസ് ദ ബസ്, ഹിയർ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വേർബ്. അതിൻ്റെ അർത്ഥം ബസ്, ഇതാ ബസ് വരുന്നു. അടുത്തത് ഐ ഹാവ് നോ വെയർ ടു ഗോ, നോ വെയർ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. എനിക്ക് പോകുവാൻ ഒരിടവുമില്ല എന്നുള്ളതാണ് അർത്ഥം. അടുത്ത അഡ്വർബ് ടൈപ്പാണ് സമയത്തെ കുറിക്കുന്നത്, അതായത് അഡ്വേർബ്സ് ഓഫ് ടൈം. അപ്പോൾ അതിന് സാധാരണയായിട്ട് വരുന്ന ചില അഡ്വേർബ്സ് നമുക്കൊന്ന് നോക്കാം. നൗ, ഇപ്പോൾ. ദെൻ, അപ്പോൾ. സൂൺ, പെട്ടെന്ന്. സ്റ്റിൽ, ഇപ്പോഴും. യെറ്റ്, ഇതുവരെ. ടുഡേ, ഇന്ന്. യെസ്റ്റർഡേ, ഇന്നലെ. ടുമോറോ, നാളെ. എന്നിവയാണ് സമയത്തെ കുറിക്കുന്ന ചില അഡ്വേർബ്സ്. ധാരാളമുണ്ട്, അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ട്രെയിൻ വിൽ ഡിപ്പാർട്ട് സൂൺ, അതായത് ട്രെയിൻ ഉടനെ തന്നെ പുറപ്പെടും. സൂൺ എന്ന് പറയുന്നത് എന്താണ്? ഉടനെ അല്ലെ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. സൂൺ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. ഹീ വെൻറ്റ് ടു വർക്ക് ടുഡേ, അവൻ ഇന്ന് ജോലിക്ക് പോയി. ഇന്ന്, ടുഡേ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അടുത്തത് ഐ വിൽ സീ യു ദെൻ, അപ്പോൾ പിന്നെ കാണാം എന്നുള്ള അർത്ഥത്തിലാണ് ഐ വിൽ സീ യു ദെൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വേർബ്. അടുത്ത ടൈപ്പ് ആവർത്തനത്തെ കുറിക്കുന്നത്, അതായത് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഇതിൽ വരുന്ന ചില അഡ്വേർബ്സ് ആണ് വൺസ്, ഒരിക്കൽ. ഓഫൺ, പലപ്പോഴും. ട്വൈസ്, 2 പ്രാവശ്യം. ഓൾവേസ്, എപ്പോഴും. ഡെയിലി, ദിവസേന. ഈ ടൈപ്പ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഷീ ഈസ് ഓൾഡ് ആൻഡ് റയർലി ഗോസ് ഔട്ട്.
അവർക്ക് വളരെ പ്രായമുണ്ട്, അതുകൊണ്ട് അപൂർവമായി മാത്രമേ പുറത്ത് ഇറങ്ങുന്നുള്ളൂ. റെയർലി, അപൂർവമായിട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. ഹി ഈസ് ഓൾവേസ് വെരി പങ്ക്ച്വൽ. അവന് എപ്പോഴും വളരെ കൃത്യനിഷ്ഠയാണ്. ഓൾവേസ് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. ഹി കംസ് ഹിയർ ഒക്കേഷണലി. അവൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അടുത്ത ടൈപ്സ് ഓഫ് അഡ്വർബ് ഏതാണ് എന്ന് നോക്കാം. ഡിഗ്രിയെ കുറിക്കുന്നതാണ്, അതായത് എത്രത്തോളം എന്നുള്ള അർത്ഥത്തിൽ, അതായത് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. അപ്പോൾ അതിനുപയോഗിക്കുന്ന ചില അഡ്വേർബുകളാണ് വെരി, വളരെ എന്നുള്ള അർത്ഥത്തിൽ. ടൂവും വളരെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ക്വയറ്റ് എന്ന് വെച്ചാൽ തികച്ചും. റാദർ എന്ന് വെച്ചാൽ മറിച്ച് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇത് വെച്ച് വരുന്ന എക്സാമ്പിൾസ് നമുക്ക് ഒന്ന് നോക്കാം. വി പ്ലേഡ് വെരി ബാഡ്ലി. നമ്മൾ വളരെ മോശമായിട്ടാണ് കളിച്ചത്. വെരി എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. ഹി വാസ് ടു കെയർലെസ്. അവൻ വളരെ അശ്രദ്ധാലു ആയിരുന്നു. കെയർലെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അശ്രദ്ധാലു എന്നുള്ള അർത്ഥത്തിൽ. ടു എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അടുത്തത് ചോദ്യത്തെ കുറിക്കുന്ന അഡ്വർബാണ്, അതായത് ഇൻട്രോഗേറ്റീവ് അഡ്വേർബ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ചില അഡ്വേർബ്സ് ആണ് വെയർ, വെൻ, വൈ. നമുക്കറിയാം വെയർ എന്ന് വെച്ചാൽ എവിടെ, വെൻ എപ്പോൾ, വൈ എന്തുകൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്: വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ്, അല്ല എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ. വേർ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. ഹൗ ആർ യു ഫീലിംഗ്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഹൗ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അടുത്ത എക്സാമ്പിൾ ഏതാണെന്ന് നോക്കാം. വൈ ഡിഡ് യു ഗോ ടു സ്റ്റോർ? നിങ്ങൾ എന്തിനാണ് കടയിൽ പോയത്? വൈ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇൻട്രോഗേറ്റീവ് അഡ്വർബ്സ് മനസ്സിലായല്ലോ. അടുത്തത് ബന്ധത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണം, അതായത് റിലേറ്റീവ് അഡ്വേർബ്സ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അഡ്വേർബ്സ് എന്ന് പറയുന്നത് വേർ, വെന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻട്രോഗേറ്റീവിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂസാണ് ഇവിടെ ഉള്ളത്. ഐ വിൽ കോൾ യു വെൻ ഐ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിൽ വരുമ്പോൾ നിന്നെ വിളിക്കാം. അതായത് വീട്ടിൽ വരുന്ന ആ സമയത്ത്, അതായത് വെൻ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അടുത്ത എക്സാമ്പിൾ: ദാറ്റ് ഈസ് ദ ചർച്ച് വെയർ മൈ പേരൻസ് ഗോട്ട് മാരീഡ്. അതായത് എൻ്റെ അച്ഛനമ്മമാർ വിവാഹിതരായ പള്ളിയാണ് അത്. അതായത് വെയർ എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വർബ്. അതായത് എവിടെ വെച്ചാണോ വിവാഹിതരായത് എന്നുള്ള അർത്ഥത്തിലാണ് വെയർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അത് ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു കാര്യം കൂടി പറയാം. നമ്മളിന്ന് ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് ആണ് പഠിച്ചത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ധാരാളം എക്സാമ്പിൾസ് വേറേതുമുണ്ട്. ഓരോ ടൈപ്പിനെയും പറ്റിയും ധാരാളം എക്സാമ്പിൾസ് വേറെയുമുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെയും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.